ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ വേളാങ്കണ്ണിയിലേക്കുള്ള ഒരു വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കുറെ നാളായിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ പല ടൈമിലും പറ്റിയില്ല, ടിക്കറ്റ് കിട്ടുന്നില്ല, അങ്ങനെ കുറെ റീസൺ ഒക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഇന്ന് വേളാങ്കണ്ണിക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു 4:30 ആയപ്പോൾ, വൈകുന്നേരം 4:30 ആയപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ വെളുപ്പിനെ നമ്മൾ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി റെസ്റ്റ് ചെയ്ത് സാവധാനാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് ബൈ കാറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ടൈം എടുത്ത് നല്ല സേഫ് ആയിട്ട് പോകാനാണ് വിചാരിക്കുന്നത്. ഓടിപ്പിടിച്ച് പോയി ഉറങ്ങാതെ എങ്ങനെയൊന്നും പോകുന്നില്ല. നമ്മൾ സാവധാനം റെസ്റ്റ് ചെയ്ത് നല്ല ടൈം എടുത്ത് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി കയറി പോകാം, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് കാണാവേ. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തിട്ട് 1 വർഷമായി കേട്ടോ. ഇത് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അന്ന് അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ കാര്യം കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് റീസണുകളൊക്കെ കൊണ്ടായിരുന്നേ. ശരിക്കും നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ വേളാങ്കണ്ണിക്ക് പോകണമെന്നായിരുന്നു തീരുമാനം എടുത്തിരുന്നത്. പക്ഷെ അന്ന് നമുക്കത് പറ്റിയില്ല. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വേളാങ്കണ്ണിക്ക് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ പെട്രോൾ അടിച്ചിട്ടാട്ടോ നമ്മുടെ യാത്ര തുടരുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ തമിഴ്നാട് ബോർഡറൊക്കെ കടന്നു കേട്ടോ. ഭയങ്കരമായിട്ടും വളവെന്ന് പറഞ്ഞാൽ ഭയങ്കര വളവാണ്. എന്നാണെങ്കിലും നമ്മൾ കുഴപ്പമില്ലാതെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മെല്ലെ ഡ്രൈവ് ചെയ്യുന്നത് അത്ര പ്രശ്നമില്ല, എന്നാലും ഭയങ്കര ഇരുട്ടൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഏകദേശം 9:40 ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഇരുട്ടുണ്ട്. ഇവിടെ സൈഡിൽ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ ചില്ലിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ രാവിലെ പള്ളിയിലേക്ക് പോകാൻ പോവാണ്. രാവിലെ 9 മണിക്ക് കുർബാനുണ്ട്. അത് കാണണം ഓർത്തിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ 9 മണിക്ക് തന്നെ നല്ല വെയിലാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യമേ ഫുഡ് കഴിച്ചിട്ട് പിന്നെ പള്ളി പോവാവേ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പോകാന്ന് പറഞ്ഞപ്പം വേണ്ട പോകണ്ട, ഇവിടെ അടുത്തില്ലേ എന്ന് പറഞ്ഞ് പോയിട്ട് അവസാനമാണെങ്കിൽ വെയിലടിച്ച് കണ്ണു പൊട്ടിയിട്ട് തിരിച്ചു വന്ന് കൂളിംഗ് ഗ്ലാസ് വെച്ച് കോമഡി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് പള്ളി. തമിഴ്നാട്ടിലെ കാര്യം പറയേണ്ടതില്ലല്ലോ അല്ലേ. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. നമ്മളങ്ങ് വെട്ടി വേർക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു കേട്ടോ അവിടുത്തെ കാലാവസ്ഥ. അപ്പം നമ്മളൊരു കേരള റെസ്റ്റോറൻറ്റിൽ കയറി മസാല ദോശ കഴിക്കുകയാണ്. അത്യാവശ്യം ഒരു ആവറേജ് മസാല ദോശ കേട്ടോ. അതിൻ്റെ കൂടെ ഒരു കാപ്പിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പള്ളികളിലേക്ക് പോവുകയാണേ. വേളാങ്കണ്ണിയിൽ തന്നെ ഒരു 5-6 പള്ളികളുണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പം നമ്മൾ ആ പള്ളികളിലെല്ലാം കയറി വിസിറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ ഒരു നേർച്ചയാണേ. കല്യാണത്തിന് മുന്നേ തന്നെ ഞാൻ നേർന്നൊരു കാര്യമായിരുന്നു. ഞാൻ കല്യാണം കഴിക്കുന്ന ആൾ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹത്തിനൊത്ത ഒരാളെ ദൈവം എനിക്ക് തരുവാണെങ്കിൽ ഞാൻ ആ ആളെയും കൊണ്ട് മാതാവിനെ വന്ന് കണ്ടേക്കാം എന്നൊരു നേർച്ച എനിക്കുണ്ടായിരുന്നു. ആ നേർച്ച നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം പോയത് ഈ പള്ളിയിലായിരുന്നു. ഇതിന് മേളിലും താഴെയും ആയിട്ട് 2 നിലകളിലായിട്ടാണ് ഈ പള്ളി ഉള്ളത്. നമ്മൾ ഫസ്റ്റ് നിലയിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്നാണ് നമ്മൾ കുർബാന കണ്ടത്. ഞങ്ങൾ ചെന്ന സമയത്ത് തമിഴ് കുർബാനയായിരുന്നു കേട്ടോ. അതിനുശേഷം ഈ കുമ്പസാരം ഒക്കെ ചെയ്യുന്ന മറ്റൊരു പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതിവിടെ ഒരു നേർച്ചയാണ്. ഇവിടെ നിന്ന് അങ്ങ് വരെ മുട്ടയിലഴിഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാതാവിനോട് പറയുകയാണെങ്കിൽ അത് മാതാവ് സാധിച്ചു തരുമെന്നാണ് അവിടുത്തെ വിശ്വാസം. അതിനുശേഷം നമ്മൾ തിരികളെല്ലാം കത്തിച്ചു. പിന്നെ ഇവിടെ നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ട കൊന്ത അല്ലെങ്കിൽ കുർബാനയ്ക്ക് കൊടുക്കാനുള്ള പൈസ, പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്നൊരു ആനാവെള്ളം കിട്ടും, അതിനു വേണ്ടിയുള്ളൊരു കുപ്പി, അതൊക്കെ വാങ്ങിച്ച് നമ്മൾ ആനാവെള്ളം എല്ലാം ശേഖരിച്ചു. എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ വേറൊരു പള്ളി കയറി. എല്ലായിടത്തും നമുക്ക് എത്ര തിരക്കാണെങ്കിലും പീസ്ഫുള്ളായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഇത് മറ്റൊരു പള്ളിയാണ്. ഇവിടെയാണ് നമുക്ക് നോർമലി മലയാളം കുർബാനകളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഈ പൈസ എന്താണെന്ന് വെച്ചാൽ ഞാൻ 10 വീടുകളിൽ കയറി ഭിക്ഷ ചോദിച്ച് അവിടെ നിന്ന് കിട്ടുന്ന പൈസ ഇവിടെ കൊണ്ട് നേർച്ചയിട്ടേക്കാമെന്നും ഒരു നേർച്ച എനിക്കുണ്ടായിരുന്നു. അപ്പോഴത്തേന് ഉച്ചയായി. നമ്മളിനി ലഞ്ച് കഴിക്കാൻ പോകണം. പക്ഷെ എനിക്ക് വേറെ പലതുമായിട്ടാണ് തോന്നുന്നത്. നല്ലതാണോ? ഫുഡിൻ്റെ ഷേപ്പിലൊന്നും കാര്യമില്ല കേട്ടോ. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് വേറെ എന്തോ ആയിട്ടാണ് തോന്നിയെങ്കിലും നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ. ഞങ്ങൾ 2 പേരും ചിക്കൻ ബിരിയാണി ആയിരുന്നു കഴിച്ചിരുന്നത്. അതിൻ്റെ കൂടെ ഫിഷ് ഫിംഗേഴ്സ് ആയിരുന്നു കണ്ടത് മുമ്പ്. അതിനുശേഷം ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം റൂമിലേക്ക് പോവാണേ. ഈ ഹോട്ട് ആൻഡ് സീ ഗേറ്റിലേക്കാണ് നമ്മൾ ഫസ്റ്റ് റൂം എടുക്കാൻ തീരുമാനിച്ചത്. പക്ഷെ നമ്മൾ രാത്രി വന്ന സമയത്ത് അത് ഓപ്പൺ അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ റൂം എടുത്തത്.
പക്ഷേ ഇതും നല്ല റൂം തന്നെയായിരുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും കുറച്ച് ഞങ്ങൾ റൂമിൽ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും വൈകുന്നേരം ആയപ്പം ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചേ. പോകുന്ന വഴിക്ക് എന്തൊരു ജനമായിരുന്നറിയാവോ. 6 മണിക്ക് അവിടെ എന്തോ കൊന്ത ജൊമാല റള്ളി അങ്ങനെ എന്തോ ഒരു സംഭവം എന്തോ ഒരു പ്രതിഷ്ഠ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് നടക്കുകയാണേ. രണ്ട് സൈഡിൽ കൂടെ എല്ലാ റോഡ് നിറച്ചും ആൾക്കാരായിരുന്നു കേട്ടോ. അതിന് ശേഷം ബീച്ച് എത്താറായപ്പോഴത്തേക്കും ഈ പൊട്ടറ്റോ ഫ്രൈ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മുമ്പും കഴിച്ചിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂരായിരുന്നു. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങളിതെല്ലാം കഴിച്ചിട്ട് ബീച്ചിലേക്ക് പോയ സമയത്താണെങ്കിൽ അവരുടെ ഒത്തിരി ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഗെയിംസാണ് ഏറ്റവും അധികം. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം ബീച്ചെല്ലാം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കണ്ടു. കുറേ ആളുകൾ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ബീച്ചിലേക്ക് ഇറങ്ങി ഞങ്ങൾ കളിച്ചു കേട്ടോ. അങ്ങനെ നോക്കിയപ്പോഴാണ് ഒട്ടകത്തിൻ്റെ മേലിങ്ങനെ കയറ്റി അതിൻ്റെ പൈസ എന്തോ ചാർജ് ചെയ്യും. നമുക്ക് ഒട്ടകത്തിൻ്റെ മേലിൽ കയറാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു അമ്മച്ചിയുടെ ഒരു കട കേട്ടോ. അവിടെ 2 വെറൈറ്റി തരത്തിലുള്ള മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അമ്മച്ചി തന്നെയാണ് ഞങ്ങൾക്ക് സെലക്ട് ചെയ്ത് തന്നത്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഒരു കോളയും വാങ്ങിച്ചായിരുന്നു കേട്ടോ. അവിടെ വെള്ളം കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. ഞങ്ങളൊരു കോളം മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 2 മീൻ ഫ്രൈയും കഴിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. വൃത്തിയൊക്കെ എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷെ എന്നാലും കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇതുപോലെ കുറേ ഗെയിംസ് ഉണ്ട് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും അതൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഇങ്ങനെ എറിഞ്ഞിടുന്ന ഗെയിമിലൊക്കെ കുറച്ച് പ്രൈസ് കിട്ടാറുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയിട്ട് അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ചെറിയ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇങ്ങനെ ഹാങ്ങിങ് ചലഞ്ചസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ സ്ഥലങ്ങളിൽ ടാറ്റു ചെയ്യുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടു. പക്ഷെ ഇതൊന്നും അത്ര ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് എന്തുമാത്രം നല്ലതാണെന്ന് നമുക്ക് അറിയില്ല. കാരണം ഇതൊക്കെ വൃത്തിയുള്ളതാണോ അല്ലെങ്കിൽ അവർ മറ്റേ നീഡിലൊക്കെ എപ്പോഴും മാറുന്നതാണോ നമുക്ക് അറിയത്തില്ല. പിന്നെ മാങ്ങ കഴിച്ചിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ ജിഗർദണ്ഡ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം സ്വീറ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് കുറച്ച് പായസമൊക്കെ നമ്മുടെ നാട്ടിലെ പായസമില്ലേ, ആ ഒരു ഫീലാണ് ഞങ്ങൾക്ക് തോന്നിയത്. നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. ഇവിടുത്തെ റൂമിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൂംസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം രാത്രിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം കണ്ടില്ലേ ഹോട്ടൽ സി അതിൻ്റെ ബാക്കിലായിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ പോയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. കുറച്ച് എക്സ്പെൻസീവ് ആണോയെന്ന് തോന്നിപ്പോയി, പക്ഷേ എങ്കിലും നല്ലതായിരുന്നു കേട്ടോ. അവിടെ അധികം ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഹോട്ടലൊക്കെ കയറാനേ പറ്റത്തുള്ളൂ. പിന്നെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇന്ന് തിരിച്ച് റിട്ടേൺ പോകേണ്ട ദിവസമാണല്ലോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോയി പള്ളി കുർബാനയൊക്കെ കണ്ടതിന് ശേഷമാണ് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വീണ്ടും മസാല ദോശയാണ് കഴിക്കുന്നത്. അതിന് കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്.